വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് ബിജെപി. പെട്രോൾ പമ്പുകൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് അപകടമുണ്ടായതെന്നും വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണമെന്നും എസ്.സി. മോർച്ച ജില്ലാ പ്രസിഡന്റ് വി.സി. ഷാജി റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ തീപിടുത്തം അത് വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലാണ്. എന്തായാലും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ അപകടം അത് അടിയന്തരമായിട്ട് ആ കാര്യങ്ങളിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയുള്ള ആളുകൾ അതീവ ശ്രദ്ധ ചെലുത്തുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകളും അതുപോലെ തന്നെ മറ്റുള്ള ഫ്യൂവൽ ഏജൻസികളെല്ലാം തന്നെ അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിലെ ക്രമീകരണം അത് ശരിയായ രീതിയിൽ നടത്തുന്നുണ്ടെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വളരെയധികം ഈ സമയത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ ഈ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ നടത്തണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇത് പുറത്തുനിന്ന് തീ ഇതിനകത്തേക്ക് പടർന്നു എന്ന് പറയുമ്പോൾ വളരെയധികം ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോളും ഡീസലും പുറത്തേക്ക് റോട്ടിലേക്ക് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയാണത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം BJP എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ അത് പ്രതിഷേധം അറിയിക്കുകയാണ്. സർക്കാരും പോലീസും അടിയന്തരമായിട്ട് ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കണം. ഈ രീതിയിലുള്ള ജനസുരക്ഷയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന ഘടകം കൂടിയാണ്. പ്രത്യേകിച്ച് എല്ലാ ആളുകളും നിരന്തരം ഈ ഫ്യൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെട്രോളും ഡീസലും തുടങ്ങിയിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിക്കുന്നതും അതുമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. അപ്പോൾ അവരുടെ ജീവൻ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളിൽ വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്ന ആക്ഷേപം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതിന് അടിയന്തരമായിട്ട് ഇപ്പോൾ താലൂക്ക് തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ തലത്തിലും അടിയന്തരമായിട്ടുള്ള ഈ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാ പെട്രോൾ പമ്പുകളിലും അതീവ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.